പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുക കേവലം 25 ദിനങ്ങൾ മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ട് ബുധനും ശുക്രനും ചൊവ്വയുമൊക്കെ രാശികൾ മാറുമ്പോൾ നാം സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്നു എന്ന ചോദ്യം എൻ്റെ പ്രേക്ഷകർക്കുണ്ടാകാം. വ്യാഴം വർഷത്തിലൊരിക്കൽ മാറുന്നു. എല്ലാവരും ശ്രദ്ധിക്കും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം. ശനി 2.5 വർഷം നിൽക്കുന്നു. അതിനിടയിൽ പലപ്പോഴും വക്രിയായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിചാരമുണ്ടാകുന്നുണ്ട്. രാഹുകേതുക്കൾ 1.5 വർഷം മാറുന്നു. ആദിത്യൻ മാസത്തിൽ മാറുന്നു. ചന്ദ്രൻ 2.25 ദിനത്തിൽ മാറുന്നു. പലപ്പോഴും ബുധനും ശുക്രനും 30 മുതൽ 45 ദിവസമാണ് സാധാരണ രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറാനുള്ള സമയം. ചൊവ്വയും അപ്രകാരമാണ്. ഉദാഹരണമായി ബുധൻ 65 ദിവസമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. അപ്രകാരം ചൊവ്വ 4 മാസം 120 ദിവസമൊക്കെ നിന്നത് കാണാറുണ്ട്. ഇവിടെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഇതായത് ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. അതുകൊണ്ടാണ് സൂക്ഷ്മമായി നാം ഇങ്ങനെയൊരു ചിന്ത നടത്തുന്നത്. ഓരോ രാശിക്കാർക്കും ഏത് രീതിയിൽ ഗുണം വരാമെന്ന ചിന്ത. 1201 മകരമാസം 23-ാം തീയതി മുതൽ കുംഭമാസം 17-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി 6 മുതൽ മാർച്ച് 1 വരെയുള്ള 25 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുക. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുക. വീനസ് ഈസ് ദ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്. വ്യാഴമാണെങ്കിൽ ഇസ് എ സ്പിരിച്വൽ പ്ലാനറ്റ്. മെറ്റീരിയൽ പ്ലാനറ്റ് ആകുന്നു ശുക്രൻ. വിവാഹം, ആഡംബരം, വാഹനം വാങ്ങുക, ധൂർത്തടിക്കുക, കാശ്, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. സ്ത്രീകൾ, സുഹൃത്തുക്കൾ, പബ്ബിൽ പോവുക, അടിച്ച് പൊളിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു? 12-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. നല്ല ഭാവമാണോ 12-ാം ഭാവം? അല്ല. വരാഹമിഹിരാചാര്യൻ പറഞ്ഞിട്ടുണ്ട് 12 ശുക്രൻ വരുമ്പോൾ സധനോന്തിയ ധനം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്രന്ഥങ്ങളിലും ഇത്ര നല്ലൊരു ഫലം 12-ാം ഭാവത്തിൽ ശുക്രൻ ദുർബലമായി നിൽക്കുമ്പോൾ പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശുക്രൻ അഷ്ടമാധിപനാണ്, 3-ാം ഭാവാധിപനാണ്. തൻ്റെ പ്രിയപ്പെട്ട സഹായികൾ, സഹോദരങ്ങൾ, ഇവർ തനിക്കെതിരെ തിരിയും. സഹോദരങ്ങളുമായി വിവാദങ്ങളുണ്ടാകും. രോഗാധിപനാണ് 12 നിൽക്കുന്നത്. തനിക്ക് ഭൃത്യന്മാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അനാവശ്യമായ സംഘർഷങ്ങൾ സ്വന്തം ആളുകളിൽ നിന്നുണ്ടാകുമ്പോൾ ശുചസ്നേഹത മാനസികമായിട്ട് വളരെയധികം ദുഃഖം അനുഭവിക്കും അവരെ കൊണ്ട്. ആ സഹോദരങ്ങളായാലും സഹായികളായാലും ഒക്കെ തന്നെ വളരെ മനസ്സിന് അസ്വസ്ഥത വരും. 12-ാം ഭാഗത്ത് ശുക്രൻ നിൽക്കുമ്പോൾ കഥാപ്യേതി വിത്തം വിലീയേത നിത്യം എന്നാണ് ചമത്കാരി എന്താണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴെങ്കിലും ധനം ലഭിക്കാം, പക്ഷെ പലപ്പോഴും നശിച്ചു പോകും. സിതേ ദ്വാദശേ കേലിസൽ കർമ്മശർമ്മ ഗുണാനാംജ കീർത്തേഹേ ക്ഷയം മിത്രവൈരം. ഗുണങ്ങളുടെയും കീർത്തിയുടെയും ക്ഷയം, നാശമുണ്ടാകും. സ്ത്രീകളെ കൊണ്ട് അഭിഖ്യാതികൾ കേൾക്കും. വളരെയധികം ശ്രദ്ധിക്കണം. മിത്രവൈരം, സഹോദരങ്ങൾ ശത്രുക്കളാകും. ജനാനാം വിരോധം സദാസോ കരുതി. ജനങ്ങളുമായി വിരോധമുണ്ടാകും. ഇവിടെ ശ്രദ്ധിച്ചുകൊള്ളണം. സഹോദരങ്ങളുമായാലും സഹായികളായാലും ഭൃത്യജനങ്ങളായാലും അനാവശ്യമായ വിവാദങ്ങളുണ്ടാകും. 12 ശുക്ല ജനങ്ങൾ തങ്ങൾ സ്വർണം നഷ്ടപ്പെടാതെ നോക്കണം. മറ്റൊന്ന്, ബാങ്കിൽ വെച്ച് ആഭരണങ്ങൾ പോകും, നഷ്ടപ്പെടാതെ നോക്കണം. ഷുഗർ പേഷ്യൻസ് ഷുഗർ കൂടും സംഘർഷങ്ങൾ വരുമ്പോൾ. കിഡ്നി പേഷ്യൻ്റ് ഡയാലിസിസ് ചെയ്യേണ്ടത് സമയമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ നന്നായി പ്രാർത്ഥിക്കണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംബാശം ചെയ്യുക, ഗണപതിക്ക് നാളികേരമുടച്ച് ദുരിതങ്ങളൊക്കെ തീർക്കുക. പ്രിയമുള്ള പ്രേക്ഷകരെ, എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശി ശോഭനമായ നല്ലൊരു 25 ദിനത്തെ ഞാൻ പ്രാർത്ഥിക്കും. കാരണം സമയം ദോഷമാണ്. നന്ദി, നമസ്തേ.